ഒരു കിഡിലെ സ്പീക്കറുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന. സംഭവം എടുത്ത് വെള്ളത്തിലൊക്കെ ഇടാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കിഡിലോ അല്ലേ? പൊളിയല്ലേ? എടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്കെടുത്ത് എറിയാം, ഒരു സീനുമില്ല. അളിയനവിടെ പൊങ്ങിക്കിടക്കും, ഒരു കുഴപ്പമില്ല. ഫ്ലോട്ടബിളാണ്. എങ്ങനെയുണ്ട്? അടിച്ചു പോയില്ല ഗൈസ്, അടിച്ചു പോയിട്ടില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? കിഡിലായിട്ടാണ്. ഇത് ആങ്കർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് പുറത്തിറക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സെലക്ട് ഫോർ ഗോ സൗണ്ട് കോർ എന്ന് പറഞ്ഞൊരു ഇതിലാണ് ഇവർ ഇറക്കുന്നത്. കിട്ടില്ല സംഭവമാണ് കേട്ടോ. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളി സാധനമാണ്. നമുക്കിതുമായിട്ട് നമ്മളെ ലോക്കലിൽ കിട്ടുന്ന ബോട്ടും ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാക്കത്തില്ല, കാരണം ഇത് അതിനെക്കാട്ടി ടോപ്പ് സാധനമാണ്, അത് കൺഫേം ആണ്. ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ജസ്റ്റ് സിമ്പിൾ ബോക്സാണ്. അതിൻ്റെ അകത്ത് തന്നെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. 20 hours ആണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം. നമ്മൾ ഈ ബ്രാൻഡ് എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. സൗണ്ട് ക്വാളിറ്റിയും ബാക്കപ്പും നമുക്ക് കൂടുതൽ കിട്ടും. അത് രണ്ടുമാണ് ക്വാളിറ്റിയിൽ നമുക്ക് വരുന്നത്. ഇത് ആങ്കർ താഴെ ആങ്കർ എന്ന് ലേബലും ചെയ്തിട്ടുണ്ട്. ആങ്കർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവർക്ക് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അവരുടെ എല്ലാ പ്രൊഡക്റ്റും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള നല്ലൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇതാണ് സ്പീക്കർ. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കയ്യിലിരിക്കുന്ന ഒരു നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് എവിടെയും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഒരു സ്പീക്കറാണ്. ഡിസൈനൊക്കെ തന്നെ ഒരു യുണീക്കായിട്ടൊരു ഡിസൈനാണ്. പല വെറൈറ്റി കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ്. ഞാനൊരു പോപ്പിംഗ് കളർ ഇത് നോക്കിയെടുത്താണ്. ഇതൊരു ഫാബ്രിക് മെറ്റീരിയലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഫാബ്രിക് മെറ്റീരിയലും പിന്നെ ഒരു സിലിക്കൺ ടൈപ്പ് ഇതുമാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈനൊക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? അതിൻ്റെ വോളിയം കൺട്രോളും എല്ലാം ടോപ്പിലുമാണ്. അതിൻ്റെ സൈഡിൽ അല്ലേ സെലക്ട് ഗോ എന്നൊരു ലേബലിങ്ങും ചാർജിങ് എല്ലാം അവിടെ ആണ്. പിന്നെ ഇത് ഹാങ് ചെയ്തിടാൻ ഒരു സ്ട്രാപ്പ് കണക്കിതുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ക്ലിപ്പ് കിട്ടുന്നതല്ല, അത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചതെങ്കിലും ഇടുന്നതായിരിക്കും നല്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊളുത്തിടാൻ എളുപ്പമാണ്. അതിൻ്റെ ഡിസൈനൊക്കെ അടിപൊളി കണ്ടു. ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം റബ്ബറായിട്ട് കിടിലായിട്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതാണ് അതിൻ്റെ ചാർജ് ചെയ്യുന്ന ഏരിയ. ടൈപ്പ് സി വരുന്ന ചാർജിങ് ഇതാണ്. നമ്മളിപ്പോൾ യൂണിവേഴ്സലാണല്ലോ ടൈപ്പ് സി. അത് ചാർജ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ അടുത്തൊരു റെഡ് ലൈറ്റ് ഇൻഡിക്കേഷനും വരും. ഒരു കമ്പനി പറയുന്നത് 4 hours ആണ് വേണ്ടി വരുന്നത്. അത് മതി, 20 hours ഒക്കെ ബാക്കപ്പ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അത് ഡിപ്പെൻഡ് അപ്പോൾ നമ്മൾ എത്ര വോളിയം വെക്കുന്നു അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊരു സൗണ്ട് ടെസ്റ്റിലോട്ട് പോകാം. ഓക്കെ, ഇത് വാട്ടർ പ്രൂഫാണ് ഈ സ്പീക്കർ. അത് മാത്രമല്ല ഇതൊരു ഫ്ലോട്ടബിളാണ്. സംഭവം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇത് പൊങ്ങിക്കിടക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും പൂളിലോ അല്ലെ നദിയിലോ എവിടെയെങ്കിലുമൊക്കെ വാരി എറിയുമ്പോൾ എങ്ങനെയായാലും മുങ്ങിപ്പോതില്ല, സംഭവം പൊങ്ങിക്കിടക്കും. പക്ഷെ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഓഡിയോ പതറാറുണ്ട്, കാരണം സ്പീക്കറിൽ വെള്ളം കയറുമ്പം ഡിസ്ട്രക്ഷൻ വരുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിന് സൗണ്ട് കോർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും നമ്മളെ ആപ്പിൾ സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കൺട്രോളിങ് നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാവുന്നതാണ്. അതുപോലെ വോളിയം കൺട്രോളിങ്ങും. പിന്നെ വരുന്നത് ഇക്വലൈസറാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഇക്വലൈസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ പ്രീസെറ്റ് ആയിട്ടുള്ളതുണ്ട്, കസ്റ്റം ഇതുമുണ്ട്. പ്രീസെറ്റ് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വോളിയം കുറഞ്ഞിരിക്കും, കസ്റ്റമിലോട്ട് ഇടുമ്പോഴത്തേക്ക് വോളിയം കൂടാറുണ്ട്. അതിൻ്റെ നമ്മൾ കസ്റ്റം ചെയ്ത് ആ ഒരു ഇക്വലൈസിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. നോർമലി ഉപയോഗിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. കൂടുതൽ നമ്മൾ ആ ഒരു സ്പീക്കറിനെ പുഷ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇക്വലൈസർ നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്, നമ്മളുടേതായ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുന്നതാണിത്. ആദ്യത്തെ 2-3 ലോ ഫ്രീക്വൻസിയാണ്, പിന്നെ മിഡ് റേഞ്ച്, പിന്നെ വരുന്ന ഹൈ ഫ്രീക്വൻസി. പക്ഷേ ബാസ്, മിഡ്, ഹൈ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നതാണ്. ഓരോ കസ്റ്റം ചെയ്തെടുക്കാം. പിന്നെ അവരുടേതായ തന്നെ കുറേ പ്രീസെറ്റ് ഉണ്ട്. അവരുടെ സിഗ്നേച്ചർ ഓഡിയോ തന്നെ അതിൻ്റെ അകത്തുണ്ട്.
അതിൻ്റെ അകത്ത് ഒരുപാട് പ്രീസെറ്റ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസിലും എല്ലാവരുടെ തന്നെ ആപ്പും എല്ലാം ഉണ്ട്. ഇവരുടെ ഈ എയർപോഡും എല്ലാ ഇതിൻ്റെ അകത്തും ഈ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ബാലൻസ് പ്രീസെറ്റിൻ്റെ അകത്ത് ബാലൻസ്, പിന്നെ ഹൈ ട്രബിൾ, ഇത് ഹൈ ആയിട്ട് ഇരിക്കുന്നത്, അങ്ങനെ പല ഇതുണ്ട്. കസ്റ്റമാണ് ഞാൻ ഇട്ടേക്കുന്നത്. കസ്റ്റം എൻ്റെ ഒരു രീതിയിൽ പ്രിഫറൻസിലാണ് ഇട്ടേക്കുന്നത്. അതൊരോരുത്തരുടെ ചോയ്സ് ഇതാണ്, അങ്ങനെ ഇടാവുന്നത്. നല്ലൊരു ബ്രാൻഡാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 2300 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഞാൻ ജപ്പാനിൽ നിന്നാണ് മേടിച്ചത്. അവിടെ നിന്ന് കസിൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ദുബായിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. അവൈലബിൾ ആണെങ്കിലും റേറ്റ് കൂടുതലായിരിക്കും. ഇത് ആങ്കറിൻ്റെ പഴയൊരു മോഡലാണ്, ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതും നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. ഏകദേശം 6 വർഷം ആയിട്ടുണ്ട്, അതിൽ കൂടുതലാവാൻ ചാൻസ്. നല്ലൊരു ക്വാളിറ്റി സാധനമാണ്, പക്കയാണ്. സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ല. ബാറ്ററി ബാക്കപ്പിലും ഒരു പറയുന്നത് ആ ഒരു ഇത് തന്നെ കിട്ടും. ഇത് 6 വാട്ടിൻ്റെ 2 സ്പീക്കറും 12 വാട്ടാണ് ടോട്ടൽ. ഒരു ഒരു പാസീവ് റേഡിയേറ്ററും ഉണ്ട്. ഇങ്ങനെ ഉണ്ട്, കിടിലല്ലേ. ആങ്കർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്. JBLൻ്റെയൊക്കെ ഹാഫ് പ്രൈസിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ബ്രാൻഡാണ് ഈ സൗണ്ട് കോർ എന്നുള്ളത്. ആങ്കറിൻ്റെ കിടിലമാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോ കാണാം.